ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പോലീസിന്റെ മനോവീര്യം തകർക്കുന്നതാണോ? ഇവിടുത്തെ വിഷയം ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ശംഖുമുഖത്തുണ്ടായ DJ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം അല്ല ഇതിൻ്റെ തുടക്കത്തിന് കാരണം. ബഹുമാന്യനായ അഡ്വക്കേറ്റ് ബൽദേവ് സാർ പറഞ്ഞത് ആ SFIക്കാർക്ക് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ്. അല്പം പുറകോട്ട് പോകണം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പേട്ട പോലീസ് സ്റ്റേഷനിലെ 2 SIമാർ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കെ വാഹന പരിശോധന SFIക്കാരായ ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളെ വാഹനം പരിശോധിക്കാൻ പാടില്ല എന്ന് ആ SIമാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരികയും ഇവരെ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് SIമാർ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ സ്ഥലത്ത് MLAയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ജോയ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ വളഞ്ഞു കിടക്കുകയായിരുന്നു. എത്തുകയും അവിടുന്ന് ഈ പ്രതികളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുകയും ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാർ ഈ വന്ന ആൾക്കൂട്ടത്തെ ചെറുക്കാൻ ശ്രമിച്ചു. അതിൽ ഒരാൾ അന്ന് എയർ ക്യാമ്പിൽ നിന്നും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ഇന്നത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും അതിലുണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനെ അന്നേ ഈ SFIക്കാർ നോക്കി വച്ചിരുന്നു. ഈ പോലീസുകാരൻ ഞങ്ങളെ ഉപദ്രവിച്ചവനാണ് എന്നുള്ളൊരു ധാരണയിലാണ് അവർ മുമ്പോട്ട്. അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കാണ് DJ പാർട്ടി നടന്നപ്പോൾ അതിൻ്റെ സമയം DJ പാർട്ടിക്ക് ഒരു സമയം കൊടുക്കും, അത് ഡിപ്പാർട്ട്മെൻറ്റ്. ആ സമയം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ പരിപാടി നിർത്തിവെക്കാൻ പറയും. അപ്പോൾ അതിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുണ്ടായപ്പോൾ അതിലും ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ഡ്യൂട്ടിക്കാരനായിരുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങളിലും ഇവർ അദ്ദേഹം ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ നോക്കി അദ്ദേഹത്തിൻ്റെ പുറകെ. ഒന്നെനിക്ക് മനസ്സിലായത് DJ പാർട്ടി നടത്തുന്നത് SFIയുടെ ജോലിയാണ് എന്ന് ഒരു വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതിലും ഈ പറയുന്ന ആളുകളാണ് ഉൾപ്പെട്ടത്. അപ്പോൾ പിന്നെ വാഹന പരിശോധന ഞങ്ങൾക്ക് ബാധകമല്ല, DJ പാർട്ടി അടക്കം ഇവിടെ എന്തും കാണിക്കാം, അതിനെല്ലാം പാർട്ടി ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും എന്നുള്ളതിൻ്റെ തെളിവാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും MLA കൂടിയായ ജോയി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ പ്രതികളെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അപ്പോൾ ഈ പിന്നെ പ്രതികൾക്കും ഇതിന് കൂട്ടുനിന്ന ആളുകൾക്കും ഒരു ധൈര്യമായി ഞങ്ങൾ എന്ത് ചെയ്താലും പാർട്ടി ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന ഒരു ബോധം അവരിലേക്ക് വരുത്തി. അതാണ് ഇപ്പോഴും ഈ പോലീസുകാരൻ. ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പോലീസ് ഉദ്യോഗസ്ഥന് എവിടെയൊക്കെ ഡ്യൂട്ടി ഇടുന്നു എന്ന് ഈ പറയുന്ന SFIക്കാർ അറിയുന്നതിനെ പറ്റി കൂടെ ഒരു അന്വേഷണം നടത്തണം. ഇതെവിടെ നിന്നാണ് അറിയുന്നത്? നന്ദാവനം പോലീസ് ക്യാമ്പിൽ നിന്ന് ഡ്യൂട്ടിക്കിടുന്ന പോലീസ് ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇയാളുടെ ഡ്യൂട്ടി സ്ഥലങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ SFIക്കാർക്ക് പെട്ടെന്ന് സാധിക്കുന്നത് എന്ന് കമ്മീഷണർ അന്വേഷണം നടത്തുമ്പോൾ അതും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ പറ്റുള്ളൂ. പോലീസുകാരൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? പോലീസുകാരൻ അയാളുടെ പിന്നെ സുഭാഷ് ബാബു സാർ പറഞ്ഞ പോലെ പോലീസുകാരൻ അവളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചിലപ്പം ബലപ്രയോഗം നടത്തേണ്ടി വരും, ഇത് ലാത്തി ചാർജ് നടത്തേണ്ടി വരും, അവരെയെല്ലാം പിന്നെ ഇത് വീട് കയറി ആക്രമിക്കാനും പിന്നെ അവരെ പിന്നെ ഇതേപോലെ മാളുകളിൽ അവർക്ക് ഒരിടത്ത് ഇറങ്ങാൻ പറ്റില്ല, അവിടെ ചെന്ന് ഉപദ്രവിക്കാൻ നടക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. ഇത് അങ്ങനെ ആ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പോലീസുകാരൻ പേരക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാൾ വഞ്ചൂർ സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുക്കുന്നു. വഞ്ചൂർ സ്റ്റേഷനിൽ മൊഴി കൊടുത്തപ്പോഴും പോലീസുകാരനിവിടെ മൊഴി തരാൻ വന്നിട്ടുണ്ട് എന്ന് ഈ SFIക്കാരെ വിളിച്ചറിയിച്ചു. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നല്ലാതെ എങ്ങനെ അറിയാനാണ് സാധ്യത? അവിടെ ആ മൊഴി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നൂറുകണക്കിന് SFIക്കാരും DYFIക്കാരും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വന്നെത്തി. ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അത് SFIക്കാരതാ പോലീസുകാരൻ നിങ്ങൾക്കെതിരെ മൊഴി തന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വന്ന് ഇവിടെ പരാതി തരണം എന്ന് ആരോ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊന്ന് മൊഴി കൊടുത്ത്. അതിലവർ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഈ മൊഴി കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവിടെ മൊഴി കൊടുത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായ ഒരു അഡ്വക്കേറ്റാണ്
അവിടെ ഇവർക്ക് വേണ്ടി മൊഴി കൊടുത്തത്. ആ അഡ്വക്കേറ്റ് പറയുന്ന ഇത് മൊഴി കേട്ട് എഴുതിയെടുക്കുവാനും പോലീസ് സ്റ്റേഷൻ തയ്യാറായതുകൊണ്ട് പോലീസിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഉമേഷ് വള്ളിക്കുന്ന്,